നമസ്കാരം. കൽക്കി ഇമാം മഹദി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും. ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം ചോദിക്കട്ടെ. എന്നെ കണ്ണുകളെയാണ് ഞാൻ വിശ്വസിക്കേണ്ടത്, അല്ലെങ്കിൽ കള്ള മുസ്ലിയാക്കന്മാരും കള്ള പള്ളിയിലച്ചന്മാരും കള്ള സ്വാമിമാരും പറയണതാണ് വിശ്വസിക്കേണ്ടത്? ഞാൻ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ മനുഷ്യനെ ഇപ്പോൾ വിശ്വസിക്കുന്നില്ല. ഞാൻ വിശ്വസിക്കുന്നത് പടച്ചോനെ വിശ്വസിക്കുന്നത്, ഞാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിശ്വസിക്കുന്നത്, ഞാൻ ഈസാ നബിനെ വിശ്വസിക്കുന്നു, ഞാൻ ശിവനെ വിശ്വസിക്കുന്നു. പറഞ്ഞാൽ ഈ വിശ്വസിക്കാൻ കാരണം എന്ന് വെച്ചാൽ കണ്ണുകൊണ്ട് കണ്ടതിനെ ആരും വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണാത്ത കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ വിശ്വസിക്കണത്. ഇപ്പോൾ വിശ്വസിക്കണത് നിങ്ങൾ കണ്ണുകൊണ്ട് കാണാത്തതാണ്. ഞാൻ കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങളാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങളാണ് അല്ല കണ്ണുകൊണ്ട് കാണാത്തതാണ് വിശ്വസിക്കേണ്ടത്? ആ കാര്യമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. പിന്നെ ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇസ്രായേലിൽ നാം നശിപ്പിക്കുന്നു, ഇസ്രായേലിൽ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് 10,000 ഭൂതം, ജിന്ന് അങ്ങനെയുള്ള എല്ലാവരെയും വിട്ടിട്ടുണ്ട്. ഞാൻ ആദ്യം നിങ്ങളുടെ അടുത്ത് വന്ന് യാചിച്ചത് ഈസാ നബീനെ നിങ്ങൾ നിഷേധിച്ചു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നിഷേധിച്ചു. ഇനിയും മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ കൽക്കിയാണ്, ശിവൻ്റെയാണ്. ശിവൻ എന്ന് പറഞ്ഞാൽ രുദ്രതാണ്ഡവമാണ്. താണ്ഡവം തുടങ്ങി പറഞ്ഞാൽ നിങ്ങൾ തന്നെ നോക്കിയാൽ മതി. ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? എല്ലാവരും തിരിയും എന്ന് പറഞ്ഞാൽ മനുഷ്യനെ പിന്നെ ഇസ്രായേൽ നശിപ്പിച്ച് കളയും. എന്താ കാരണം എന്ന് വെച്ചാൽ ഇസ്രായേൽ അത്രയും ദ്രോഹിച്ചിട്ടുണ്ട് എൻ്റെ ഈസാ നബീനെ അത്രയും ദ്രോഹിച്ച ജൂതന്മാരാണ്. അവരെ ഞാൻ വെറുതെ വിടില്ല. ഞാൻ ഇവിടെ ഇരുന്ന് തന്നെ പണി കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഇരുന്ന് തന്നെ, എനിക്കെവിടെയും പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ. പിന്നെ എനിക്ക് പവർ തന്നിട്ടുണ്ട് പടച്ചോൻ. എന്തുകൊണ്ടാണ് ഞാൻ ആ പവർ പ്രദർശിപ്പിക്കാമെന്ന് വെച്ചാൽ, അത് പ്രദർശിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്നെ മനുഷ്യ ദൈവമാക്കി കളയും. ദേവനെ ദൈവമാക്കി കളഞ്ഞ ആൾക്കാരാണ്, മനസ്സിലായ? ഈസാ നബീനെ ദൈവമാക്കി കളഞ്ഞ ആൾക്കാരാണ്. അപ്പോൾ എന്നെയും ദൈവമാക്കി കളയും. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പവർ എൻ്റെ സ്വയലാഭത്തിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ദൗത്യത്തിന് മാത്രമേ ഞാനത് ഉപയോഗിക്കുള്ളൂ. ആ ദൗത്യം പൂർത്തീകരിക്കാൻ മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ ഈസാ നബി ഇസ്രായേൽ വരുമ്പോൾ, ഈസാ നബീൻ്റെ ജനിച്ച നാട്ടിൽ വരുമ്പോൾ ആ ഗ്രൗണ്ട് ക്ലിയർ ചെയ്യുന്ന ചുമതല എനിക്കാണ്. അത് ഞാൻ ഭംഗിയായിട്ട് തീർക്കും. ഈ കാര്യങ്ങളും പറയണം. പിന്നെ ഈ കള്ള മുസ്ലിയാക്കന്മാരും കള്ള സ്വാമിമാരും കള്ള അച്ഛന്മാരും ഇട്ടിട്ട് ചിലക്കൽ നിർത്തിക്കുമോ എന്ന് പറഞ്ഞാൽ ഈ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയണു, ഈ ജനങ്ങളെ പറ്റിക്കണം. പിന്നെ ജനങ്ങളിപ്പോൾ എന്താണ്? ശവന്തീനികളാണ്. രാഷ്ട്രീയക്കാരും ശവന്തീനികൾ, ജനങ്ങളും ശവന്തീനികൾ എന്ന് പറഞ്ഞാൽ കുരങ്ങിൻ്റെ സ്വഭാവമായി പോയി. ഇപ്പോൾ മനുഷ്യന് ബുദ്ധിയൊക്കെ പോയി എന്ന് പറഞ്ഞാൽ ഈ പഠിപ്പും വീടും ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല. ബുദ്ധിയില്ല എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക പറഞ്ഞിട്ട് കാര്യമില്ല. മനുഷ്യന്മാരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം എനിക്ക് മനുഷ്യന്മാരെ വിശ്വസിക്കേണ്ട കാര്യമില്ല. ഇപ്പം എനിക്ക് പണം ഉണ്ടാക്കണമെങ്കിൽ എൻ്റെ പവർ വിറ്റാൽ പോരെ, ഞാൻ കാണിച്ചാൽ പോരെ, എൻ്റെ പവർ എന്താണെന്ന് കാണിച്ചാൽ പോരെ. അങ്ങനത്തെ എന്ന് പറഞ്ഞാൽ പൂർവികർ ചെയ്തത് തെറ്റി. എന്ന് പറഞ്ഞാൽ കൃഷ്ണനെ ദൈവമാക്കി, രാമനെ ദൈവമാക്കി, എല്ലാം പ്രവാചകന്മാരാണ്. ഈ പ്രവാചകന്മാർക്ക് ഈ പടച്ചോൻ പവർ കൊടുത്തു. ആ പവർ കാണിച്ചപ്പോഴത്തേക്കും ഇപ്പോൾ മേജിക്കാരനെ കാണിച്ചു കഴിഞ്ഞാൽ ആ മേജിക്കാരൻ ദൈവമായി. അതാ അവസ്ഥ. എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്തൊക്കെ വിവരമില്ല, പഠിപ്പും വിവരമില്ല. ഇന്നത്തെ കാലത്തൊക്കെ പഠിപ്പും വിവരം കൂടിയിട്ടാണ്. അതാണ് പ്രശ്നം. പഠിപ്പും വിവരം കൂടുമ്പോൾ മന്ദബുദ്ധിയായി പോകും. അങ്ങനെയാണ് ഇപ്പോൾ ജനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇസ്രായേൽ നേരത്തെ ഞാൻ പറഞ്ഞ കാര്യങ്ങളുണ്ട്. പിന്നെ എത്ര വലിയ കോടീശ്വരനായാലും എത്ര വലിയ പാവപ്പെട്ടവനായാലും എൻ്റെ അടുത്ത് വരണം. എന്ന് പറഞ്ഞാൽ വൈറസിനുള്ള മരുന്ന് എൻ്റെ കയ്യിലാണുള്ളത്. ആ വൈറസിനുള്ള മരുന്നിന് വേണ്ടി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ജീവഭയമുണ്ട്, മനസ്സിലായ? അപ്പോൾ ജീവൻ രക്ഷിക്കാനുള്ള സാധനം എൻ്റെ കയ്യിലുള്ളത്. എല്ലാവരും എൻ്റെ അടുത്ത് എൻ്റെ കാലക്കളെ വരുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. പിന്നെ
ഞാൻ ഈസാ നബീനെ വെച്ചിട്ട് നിങ്ങളടുത്ത് ചോദിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യം പറഞ്ഞ് നിങ്ങളടുത്ത് ചോദിച്ച്, നിങ്ങളപ്പോഴും ശവം തിന്നാനുള്ള ടൈമാണ്. ശവം തീനികളായിട്ട് നിങ്ങളെ പൊയ്ക്കോ, അതൊന്നും എനിക്ക് വിഷയമൊന്നുമില്ല. എനിക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്തിലും കുഴപ്പമില്ല, സപ്പോർട്ട് ചെയ്താലും കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ എത്തേണ്ടവരെ എത്തിയാൽ മതി, എനിക്കതിനൊന്നും വിഷയമില്ല. ഞാൻ ഇപ്പം എനിക്ക് പവർ വിറ്റിട്ടാണെങ്കിലും എനിക്ക് ജീവിക്കാൻ പറ്റും. പക്ഷേ ഞാനത് ചെയ്യില്ല. ഞാൻ പറഞ്ഞ വാക്കിനൊരു വിലയുണ്ട്. ഞാൻ കള്ള സന്യാസിയല്ല, കള്ള മുസ്ലിയാരല്ല, കള്ള പള്ളിയിലച്ഛനല്ല. ഞാൻ എൻ്റെ ദൗത്യം പൂർത്തീകരിക്കാൻ വേണ്ടി വന്നതാണ്. ആ ദൗത്യം അന്തസ്സായിട്ട് പൂർത്തീകരിക്കും. ഇപ്പം നിങ്ങൾ കൂടെ ഇല്ലെങ്കിലും 10,000 ഭൂതങ്ങളും 10,000 ജിന്നുകളും അങ്ങനെ ഒരുപാട് സഹായികൾ എനിക്കുണ്ട്. പിന്നെ ഇസ്രായേലുള്ള ജിന്ത്യക്കാരും ഇസ്രായേലുള്ള ഈസാ നബീൻ്റെ ആൾക്കാരും ഉണ്ട്, മുഹമ്മദ് നബീൻ്റെ ആൾക്കാരും ഉണ്ട്. അവരൊന്നും ഒരു ടെൻഷനും വേണ്ട. ഓക്കെ, അവരുടെ ദേഹത്തൊന്നും വരത്തില്ല. പിന്നെ ആണവായുധം ഉപയോഗിക്കുമെന്ന് പറയുന്നതല്ല, അത് ഉപയോഗിക്കാൻ വേണ്ടി ഒന്ന് സ്വിച്ച് അമർത്താനെങ്കിലും പറ്റേണ്ട ആൾ. അതിനുള്ള സ്വിച്ച് അമർത്തിയാലല്ലേ അത് ആവുള്ളൂ. അത് പറ്റാത്ത രീതിയിലാക്കിയാൽ എന്ത് ചെയ്യും? ആണവായുധം ഇല്ലാതാക്കി കളഞ്ഞാൽ, അവിടെ നിർവീര്യാക്കി കളഞ്ഞാൽ എന്ത് ചെയ്യും? പിന്നെ ആ അഹങ്കാരികൾ പലതും പറയും. അഹങ്കാരികളാണ് അത്. അഹങ്കാരികൾ പലതും പറയും. പിന്നെ അഹങ്കാരം വെച്ചിട്ട് നിങ്ങളും കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും പണിയാണ്. അഹങ്കാരം നിങ്ങൾ കാണിക്കുന്നത് ഒരു ഇതായിട്ട് എന്ന് പറഞ്ഞാൽ തിന്മ എത്രത്തോളം ചെയ്തിട്ടുണ്ടോ നിങ്ങൾ ബാക്കോട്ട് നന്മയിലേക്ക് തിരിയുക. ഇതാണ് നിങ്ങളുടേത്. ഈ ഭൂമി അധികകാലമൊന്നുമില്ല, അതാണ് സത്യം. എത്രയും പെട്ടെന്ന് കാര്യങ്ങളെല്ലാം തീരും. ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് നിങ്ങളടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്.